ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നല്ലൊരു അടിപൊളി ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബീഡ്സ് എടുത്തിട്ട് വൈറ്റ് കളർ ബീഡ്സും ഗോൾഡൻ കളർ ബീഡ്സും ആണ്. പിന്നെ വേണ്ടത് നമുക്ക് കോർക്കാനായിട്ട് സൂചി നൂലുമാണ്. പിന്നെ കുറച്ച് ജമ്പ് റിങ്സ്, ഹെഡ് പിൻ, ഒരു ലിങ്ക് ചെയിൻ എടുത്തിട്ടുണ്ട്, ഹുക്ക് വേണം. പിന്നെ ലിങ്ക് ചെയിൻ കോർക്കാനായിട്ട് ഒരു ഗോൾഡൻ കളർ മുത്തുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നൂലെടുക്കാം. നൂലിൻ്റെ രണ്ടറ്റത്തും നമുക്ക് ഓരോ സൂചി കോർക്കണം. അപ്പോൾ അതിനായിട്ട് ഓരോ നീഡിൽ നമുക്ക് അതിൻ്റെ അറ്റത്ത് കോർക്കാം. കോർത്ത് കഴിഞ്ഞാൽ ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സൂചി എടുക്കാം, ഇഷ്ടമുള്ള സൂചി എടുക്കാം. അതിനുശേഷം ഒരു വൈറ്റ് കളർ ബീഡ് കോർക്കാം. ഇവിടെ ഞാൻ 6 mm സൈസ് വരുന്ന മുത്തുകളാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് കളർ. അതിനുശേഷം ഗോൾഡൻ കളർ മുത്ത് കോർക്കാം. 7 ഗോൾഡൻ കളർ മുത്താണ് ഇവിടെ കോർക്കുന്നത്. അത് നമ്മൾ സീഡ് ബീഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്ക്വയർ ഷേപ്പിലായിരിക്കും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. ഇത് ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ കൂടി നമ്മൾ ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് സീഡ് ബീഡ്സ് തന്നെയാണ് ഇതിനെയും പറയുക. അപ്പോൾ ഗോൾഡൻ കളർ മുത്ത് 7 കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു വൈറ്റ് കളർ മുത്തോടി കോർക്കാം. ഇത് രണ്ടും കോർത്താൽ 2 സൂചിയും ഒപ്പം പിടിച്ച് ഈ നൂലിൻ്റെ നടുവിൽ കൊണ്ട് വെക്കാം മുത്തുകൾ. എങ്കിലും നമ്മൾ ഇനി കോർക്കുമ്പോൾ അത് കറക്റ്റ് ഒരേ ഡയറക്ഷനിൽ നൂല് ഒരേ ലെങ്ത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മൾ 3 ഗോൾഡൻ കളർ മുത്ത് മുകളിൽ വരുന്ന നൂലിൽ കോർക്കുന്നു. അതിനുശേഷം നമ്മൾ 7 മുത്ത് കോർത്ത് വെച്ചതിൻ്റെ ഏറ്റവും നടുവിലുള്ള മുത്ത്, അതായത് 4ാമത്തെ മുത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്കിനി കോർക്കേണ്ടത്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഡയറക്ഷനിൽ ഈ നടുവിലുള്ള മുത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമുക്ക് കോർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യും. ഓരോ പ്രാവശ്യം കോർത്ത് കഴിയുമ്പോൾ നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് വരും. അപ്പോൾ ഇപ്പോൾ കോർത്ത് നിർത്തിയ നൂലിൽ തന്നെ വീണ്ടും 3 ഗോൾഡൻ കളർ മുത്ത് കോർക്കാം. അപ്പോൾ ഇത്രയും കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നൂല് മാറ്റി വയ്ക്കാം. അതായത് അതൊരു സൈഡിലോട്ട് ആ സൂചി മാറ്റിയ ശേഷം നമുക്ക് ഇപ്പോൾ താഴോട്ട് വെച്ചിരിക്കുന്ന നൂലുണ്ടല്ലോ, ആ നൂലെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ കോർത്ത് അവസാനിപ്പിച്ചതിലെ ഏറ്റവും ആദ്യത്തെ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലൂടെ അപ്വേർഡ് ഡയറക്ഷനിൽ, അതായത് മുകളിലോട്ടാണ് നമ്മൾ ഇനി കോർക്കുന്നത്. മുകളിലോട്ടുള്ള ഡയറക്ഷനിൽ കോർത്തിട്ട് അത് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഒരു ഷേപ്പ് കിട്ടി, അതായത് 2 വൈറ്റ് കളർ മുത്തും അതിൻ്റെ നടുവിലായിട്ടൊരു ക്രോസ് മാർക്കും. ഈ ഡിസൈനാണ് നമ്മൾ ബ്രേസ്ലെറ്റ് മുഴുവനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഈ മുകളിലോട്ടെടുത്ത നൂലിൽ നമ്മൾ 5 ഗോൾഡൻ കളർ മുത്താണ് കോർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 7 കോർത്തു, ഇപ്പോൾ 5 കോർക്കാണ്. 5 കോർത്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ആദ്യത്തെ ഗോൾഡൻ കളർ മുത്തുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് മുകളിലോട്ട് വരുന്ന പോലെ നമ്മൾ കോർക്കുന്നു. കോർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വൈറ്റ് കളർ മുത്തുകൂടി കോർക്കാം. അതായത് നമ്മൾ ആദ്യം കോർത്ത അതേ ഷേപ്പിലുള്ള അതേ വലുപ്പത്തിലുള്ള ഒരു 6 mm സൈസുള്ള വൈറ്റ് കളർ മുത്ത് കോർത്തു. വീണ്ടും 3 ഗോൾഡൻ കളർ മുത്ത് കോർക്കുക. 3 ഗോൾഡൻ കളർ മുത്ത് കോർത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്ത അതേ സ്റ്റെപ്പിനെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കോർത്തിരിക്കുന്ന മുത്തുകളുടെ ഏറ്റവും നടുവിലുള്ള മുത്തെടുക്കുക, അതിൽ കൂടെ താഴോട്ട് കോർക്കാം. താഴോട്ട് കോർത്ത ശേഷം വീണ്ടും 3 ഗോൾഡൻ കളർ മുത്ത് അവിടെ കോർക്കാം. കോർത്ത ശേഷം നമ്മളിവിടെ താഴെ കോർത്ത് നിർത്തിയിട്ടുണ്ട് ഒരു നൂല്, ആ നൂലാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്തു, ഇതിപ്പോൾ 2ാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഇനി ബാക്കി കാണിക്കാം. അപ്പോൾ നമ്മൾ താഴെ ഇതുപോലെ ഒരു വൈറ്റ് കളർ മുത്ത് കോർക്കുക. ഇപ്പോൾ കോർത്ത് നിർത്തിയ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലൂടെ മുകളിലോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. ഈ പ്രൊസീജിയറാണ് നമ്മൾ മുഴുവനായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ബാക്കി ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ കാണിച്ചിട്ട് നമ്മളിപ്പോൾ 5 മുത്ത് കോർത്തു. വീണ്ടും മുകളിലുള്ള ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അതിനുശേഷം അവിടെ 3 ഗോൾഡൻ കളർ മുത്ത് കോർക്കുക. അത് വൈറ്റ് കളർ മുത്ത് കോർത്ത ശേഷം 3 ഗോൾഡൻ കളർ മുത്ത് കോർക്കുക. അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോർത്ത് വെച്ചിരിക്കുന്നതിൻ്റെ നടുവിലെ മുത്തിൽ കൂടെ താഴോട്ട് എടുക്കാം. അത് കറക്റ്റായിട്ട് ആ ക്രോസ് മാർക്ക് അപ്പോഴാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ താഴോട്ട് എടുത്ത ശേഷം വീണ്ടും ഗോൾഡൻ കളർ 3 കോർക്കാം. 3 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൂചി അവിടെ നിർത്തിയ ശേഷം താഴെ ഇരിക്കുന്ന നൂലിൽ ഒരു വൈറ്റ് കളർ മുത്ത് കോർക്കുക. ഇപ്പോൾ കോർത്ത് നിർത്തിയിരിക്കുന്ന ആദ്യത്തെ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ മുകളിലോട്ട് വീണ്ടും കോർക്കാം, വലിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ ഇതുപോലെ എത്ര ലെങ്ത്ത് വേണോ അത്രയുമാണ് നമ്മൾ കോർത്ത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സൈസിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ട അതിൻ്റെ 3 ഇരട്ടി നൂല് ആദ്യം കണക്കാക്കി എടുക്കണം, അല്ലെങ്കിൽ നൂല് തികയാതെ വരും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്ത് ഞാൻ ഇത്രയും കോർത്തു അവസാനിപ്പിച്ചു. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. നമ്മൾ ലാസ്റ്റ് ഇതുപോലെ കോർത്ത് നിർത്തിയ ശേഷം നമ്മളിവിടെ കെട്ടൊക്കെ ഇട്ട് അവസാനിപ്പിച്ച ശേഷമാണ് ഇവിടെ ഹുക്കല്ല അതിൽ കോർക്കുന്നത്. അപ്പോൾ ഇതേ ഡിസൈൻ തന്നെ നമുക്ക് ചെറിയ വൈറ്റ് കളർ ബീഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആംഗ്ലെറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് പാൽസരമായിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഇത്രയും വലിയ വൈറ്റ് കളർ ബീഡ്സ് വേണമെന്നില്ല. പാൽസരത്തിനാകുമ്പോൾ കുറച്ചുകൂടി ചെറിയ മുത്താണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. ക്രിസ്റ്റൽസ് വേണമെങ്കിൽ നമുക്ക് ഈ വൈറ്റ് കളർ ബീഡ്സിന് പകരം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കെട്ടിടുകയാണ്. അപ്പോൾ തിരിച്ച് ഈ മുത്തുകളുടെ ഉള്ളിൽ കൂടെ എല്ലാം ഒന്ന് കോർത്തെടുത്ത ശേഷം ലാസ്റ്റ് കൊണ്ടുപോയിട്ട് വൈറ്റ് കളർ മുത്തിൻ്റെ തൊട്ട് മുന്നായിട്ട് വേണം കെട്ടിടാൻ. അങ്ങനെയാണെങ്കിൽ കെട്ടിട്ട ശേഷം വീണ്ടും നമ്മൾ ആ മുത്തുകളുടെ ഉള്ളിൽ കൂടെ കോർക്കുമ്പോൾ
ഈ കെട്ടിട്ടത് ഈ വൈറ്റ് കളർ വലിയ മുത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ആ കെട്ട് വെളിയിൽ അറിയില്ല, നീറ്റായിരിക്കുകയും ചെയ്യും. അപ്പോൾ 1-2 കെട്ടിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ വീണ്ടും ഈ മുത്തുകളുടെ കൂടെ എടുത്തിട്ട് ഒരു വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ എന്തായാലും എടുക്കുക. അപ്പം കെട്ടതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കില്ല. അതിന് ശേഷം ചെറിയ ഗോൾഡൻ കളർ മുത്തിൻ്റെ 2-3 മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് നമുക്ക് ഈ നൂല് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഭാഗത്ത് ഇതേപോലെ കോർത്ത് കഴിഞ്ഞ് ഈ നൂല് കട്ട് ചെയ്ത ശേഷം മറ്റേ നൂലും ഇതേപോലെ തന്നെ കുറച്ച് മുത്തുകളുടെ ഉള്ളിൽ കൂടെ കോർത്തെടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 2 ഭാഗത്തും നമ്മൾ നൂലെല്ലാം കെട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം നമുക്കിനി ഇവിടെ ഹുക്ക് കോർക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഭാഗത്ത് കോർക്കാൻ നമ്മൾ 3 ജംപറിങ്ങാണ് എടുക്കുന്നത്. അപ്പോൾ ജംപറിങ് എടുക്കുക, അതൊന്ന് അകത്തിയ ശേഷം ഈ വൈറ്റ് കളർ മുത്തിൻ്റെ തൊട്ട് താഴെയുള്ള, അതായത് ഒരു ഗോൾഡൻ കളർ മുത്തിൻ്റെ ഇടയിൽ വരുന്ന പോലെ ഈ ജംപറിങ് കോർക്കാം. ജംപറിങ് ഒരു ഭാഗത്ത് കോർക്കുക, അത് ക്ലോസ് ചെയ്യാം അകത്തിയത്. അതിനുശേഷം അതേപോലെ തന്നെ മറ്റേ ഭാഗത്തും കോർക്കാം. ഇനി നമ്മൾ 3ാമത്തെ ജംപറിങ് അകത്തിയിട്ട് ഈ 2 ജംപറിങ്ങും ഒരുമിച്ച് ഈ ഒരു ജംപറിങ്ങിലാണ് കോർക്കുന്നത്. അതിനുശേഷം അതേ ജംപറിങ്ങിൽ തന്നെ നമ്മൾ ഹുക്ക് കൂടി കോർക്കാം. ഹുക്ക് കോർത്ത ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ആദ്യം 2 ജംപറിങ് കോർത്തു, 3ാമത്തെ ജംപറിങ് അത് രണ്ടും കൂടി ചേർത്ത് കോർത്ത ശേഷം അതിലോട്ട് ഹുക്ക് കൂടി കോർത്തു. അപ്പോൾ ഇതേപോലെ മറ്റേ ഭാഗത്ത് നമുക്ക് ഈ ഹുക്ക് കണക്ട് ചെയ്യാനുള്ള കണ്ണികളാണ് കോർക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ലോങ് ചെയിൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മാലയിലേക്ക് ബാക്കിൽ ഇടുന്ന ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീസാണിത്. അപ്പോൾ അതിലോട്ട് കോർക്കാനായിട്ട് ഒരു ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ടുണ്ട്. അപ്പോൾ അത് കോർക്കാൻ നമ്മളൊരു ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അതായത് 2 ഭാഗത്തും ഈ ബോൾ എൻഡ് വരുന്ന ഹെഡ് പിന്നാണ്. അപ്പോൾ അത് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുക്കാം. അതിനുശേഷം ഈ ഒരു മുത്തിലോട്ട് കോർത്തിട്ട് നമ്മുടെ ഈ ചെയിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത്, അപ്പോൾ ഒരു അറ്റത്ത് കണ്ണിയിൽ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ചുറ്റി ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കൈ കൊണ്ടിട്ട് ചുറ്റിയാൽ മതി. ലാസ്റ്റ് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് കൂടുതൽ ലെങ്ത്ത് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അവിടെ കട്ട് ചെയ്ത ഭാഗത്ത് പ്ലെയർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ലിങ്ക് ചെയിൻ ഇല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ജംപറിങ് അതിൽ കോർത്താൽ മാത്രം മതി ഹുക്ക് കോർക്കാനായിട്ട്. അപ്പോൾ ഇത് ബ്രേസ്ലെറ്റ് ആകുമ്പോൾ ഇടുമ്പോൾ അതിങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗിയില്ല. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മറ്റേ ഭാഗത്ത് കോർത്ത പോലെ 2 ജംപറിങ് 2 സൈഡ് കോർക്കുന്നു. പിന്നെ 2ഉം കൂടി ചേർത്ത് ഒരു ജംപറിങ് കോർക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഹുക്ക് കോർത്തു. അതുപോലെ ഈ 3ാമത്തെ ജംപറിങ്ങിൽ നമുക്ക് ഇവിടെ ഈ ചെയിൻ കൂടി കോർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.